അടുത്തത് നമ്മുടെ ഓൾഫാക്ഷൻ അഥവാ സെൻസ് ഓഫ് സ്മെല്ലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻസ് ഓഫ് സ്മെൽ അല്ലെങ്കിൽ ഓൾഫാക്ഷൻ ആണ് മോസ്റ്റ് പ്രിമിറ്റീവ് ഓഫ് ഓൾ അതർ സെൻസസ്. ബാക്കിയുള്ളതിനെന്ന് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രിമിറ്റീവ് സെൻസാണ് നമ്മുടെ ഓൾഫാക്ഷൻ എന്ന് പറയുന്നത്. സെൻസ് ഓഫ് സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കെമിക്കൽ സെൻസാണ്. നമുക്കറിയാം മണം പിടിക്കുക എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ സെൻസാണ്. ഈ ഒരു ചില അനിമൽസിന് ഈ ഒരു സെൻസ് ഓഫ് സ്മെല്ല് ഹൈലി ഡെവലപ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള അനിമൽസിനെ മാക്രോസ്മാറ്റിക് അല്ലെങ്കിൽ മാക്രോസ്മിക് അനിമൽസ് എന്ന് പറയും. അതായത് സെൻസ് ഓഫ് സ്മെല്ല് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള അനിമൽസിനെ മാക്രോസ്മാറ്റിക് ഓർ മാക്രോസ്മിക് അനിമൽസ് എന്ന് പറയും. അതിന് എക്സാമ്പിൾസാണ് ഇൻസെക്ട്സ്, ഡോഗ്സ് എക്സെട്ര. നമുക്കറിയാം ഡോഗൊക്കെ എന്ന് പറഞ്ഞാൽ മണം പിടിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം മനുഷ്യന്മാർക്കൊന്നും കഴിയാത്തൊരു കഴിവാണ് ഡോഗ്സിനും ഇൻസെക്ട്സിനൊക്കെ ഉള്ളത്. പിന്നെ ദോസ് ഇൻ വിച്ച് ഇനി ചില ആളുകളിലാണ് എന്നുണ്ടെങ്കിൽ സെൻസ് ഓഫ് സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്ഡ് ആയിരിക്കും. അത്രമാത്രം എന്താ പറയുക കാര്യമായിട്ടുള്ള വലിയ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള അനിമൽസിനെ മൈക്രോസ്മാറ്റിക് ഓർ മൈക്രോസ്മിക് അനിമൽസ് എന്ന് വിളിക്കും. അതിന് എക്സാമ്പിളാണ് നമ്മൾ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാന് ഒരു മൈക്രോസ്മിക് അല്ലെങ്കിൽ മൈക്രോസ്മാറ്റിക് അനിമലാണ്. ഓക്കെ. പിന്നെ ഫിസിയോളജിക്കലി ടേസ്റ്റും സ്മെല്ലും പരസ്പരം റിലേറ്റഡ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഫുഡിൻ്റെയും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉള്ള ഐറ്റംസ് ആണ്. ആ ഒരു ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫുഡിൻ്റെ ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റേഷനും ഓൾഫാക്ഷനും കൂടെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ രണ്ടെണ്ണത്തിനെയും കൂടെ നമ്മൾ വിസറൽ സെൻസസ് എന്നാണ് വിളിക്കുന്നത്. വിസറൽ സെൻസസ് കാരണം എന്താണെന്ന് വെച്ചാൽ വിസറ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗനാണ്. ഓർഗൻസ് എന്നുള്ളതിന് നമ്മൾ വിസറ എന്ന് ഇൻറ്റേർണൽ ഓർഗൻസ് എന്നല്ല ഇൻറ്റേർണലി എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താ പറയുക ആന്തരിക അവയവങ്ങളെയാണ് സാധാരണ നമ്മൾ വിസറൽ ഓർഗൻസ് എന്ന് പറയുക. അപ്പോൾ വിസറൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ് GITയുമായിട്ട് ഇവർക്ക് ക്ലോസ് അസോസിയേഷൻ ഉണ്ട്. ഏതിനൊക്കെ നമ്മുടെ ജസ്റ്റേഷനും ഓൾഫാക്ഷനും ടേസ്റ്റിനാണെന്നുണ്ടെങ്കിലും സ്മെല്ലിനാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റുമായിട്ട് കണക്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് സ്മെല്ല്, എന്താണ് സ്മെല്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് ന്യൂട്രിറ്റീവ് ഫങ്ഷൻ തന്നെയാണ്. പോഷണമായിട്ടുള്ള അതായത് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ സ്മെല്ല്, അതേപോലെ അതിൻ്റെ ആ ഒരു ന്യൂട്രിറ്റീവ് വാല്യൂസ് കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഇൻക്രീസ് ചെയ്യുക മീൻസ് അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നത് നമ്മുടെ സ്മെല്ലാണ്. അതുമാത്രമല്ല ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സെക്രീഷൻ, അതേപോലെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റിനെയൊക്കെ ഇൻക്രീസ് ചെയ്യിക്കും. നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡുകളുടെ സെക്രീഷൻ, അതേപോലെ ഈ ഗ്ലാൻസിൻ്റെയൊക്കെ ഒരു മോട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയുടെ ഒരു ചലനം മീൻസ് വലിയ ചലനം എന്നല്ല, ചെറിയ രീതിയിൽ ഇപ്പോൾ കോയലുകളാണെന്നുണ്ടെങ്കിലും അതിനുള്ളിലുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചലിക്കുന്നുണ്ടല്ലോ, പെരിസ്റ്റാൾസിക് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു അതിനെ ആ ഒരു പെരിസ്റ്റാൾസിക് മൂവ്മെൻറ്റിനെ ഇതാക്കും എന്നുള്ളതല്ല കേട്ടോ, ആ ഒരു ഉള്ളിലുള്ള ഒരു കാര്യമായിട്ടുള്ള സെക്രീഷൻസും മോട്ടിലിറ്റിയും ഒക്കെ ഈ ഒരു സ്മെല്ല് ഇൻക്രീസ് ചെയ്യുമെന്ന്. കാരണം ആ ഒരു മണം വരുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു അച്ചാറിൻ്റെ മണം വന്നിട്ട് നമ്മുടെ വായിൽ വെള്ളം വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് കൊണ്ടാണത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ. ഓക്കെ, ഹെൽപ്സ് ഇൻ ഡിഫെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ചില എന്താ പറയുക സാഹചര്യങ്ങളിൽ നമ്മൾ ആ ഒരു മണം നമ്മളതിന് ഡിഫെൻഡ് ചെയ്ത് പോവും, നമ്മളെ ഒഴിവാക്കി വിടും എന്നുള്ള രീതിയിലാണ് ഡിഫെൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്, അതിനെയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ സഹായിക്കും. അതായത് ഇപ്പോൾ ഒരു പുക വരുന്ന മണം, അങ്ങനത്തെയൊക്കെ ഇപ്പോൾ എന്തെങ്കിലും പ്ലാസ്റ്റിക് കത്തിക്കുന്ന മണം, അങ്ങനെയുള്ള കുറഞ്ഞതല്ല അങ്ങനത്തെ ചീഞ്ഞ മണങ്ങളും എന്തെങ്കിലും നമ്മുടെ കാട്ടുതീ പോലെയുള്ള എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ ഹസാർഡ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു സ്മെല്ലിന് കഴിയും. അതേപോലെ ഇത് ഹെൽപ്സ് ഇൻ റീപ്രൊഡക്ഷനിൽ ഈ ഒരു സ്മെല്ലിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മനുഷ്യരുടെ കാര്യമല്ല, വേറെ അതായത് ഇപ്പോൾ നമ്മുടെ മോത്ത് എന്ന് പറഞ്ഞാൽ അറിയോ, നിശാശലഭം, മെയിൽ ജിപ്സി മോത്തിന് അതിൻ്റെ ഫീമെയിൽസിനെ
എന്ത് ചെയ്യാൻ കഴിയും, ഒരുപാട് ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഈ ഒരു എന്താ പറയുക ഒരുപാട് ഡിസ്റ്റൻസ് മീൻസ് ഒരു 3 മൈലോളം അപ്പുറം കിടക്കുന്ന അതിൻ്റെ ഫീമെയിൽസിനെ അട്രാക്റ്റ് ചെയ്യാൻ ഈ ഒരു സ്മെല്ല് കാരണം കഴിയുമെന്നാണ് പറയുന്നത്. അങ്ങനെ സ്മെല്ല് വെച്ചിട്ട് അട്രാക്ഷൻ, അതായത് അതിലൂടെ റീപ്രൊഡക്ഷനെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിനാണ് നമ്മളിവിടെ സ്മെല്ല് എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ പ്ലഷറബിൾ ആൻഡ് ഓൾഫാക്ടറി മെമ്മറീസ് ആർ വെരി റെസിസ്റ്റൻസ് ടു ഡീകെ ആൻഡ് ആർ റെസിസ്റ്റൈൻ ലൈഫ് ലോങ്. നമുക്ക് പ്ലഷറബിൾ ആയിട്ടുള്ള ഓൾഫാക്ടറി മെമ്മറീസ് അതെന്ത് ചെയ്യില്ല, ഡീകെ ചെയ്യാറില്ല. അത് ഒരുപാട് ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാകും. നമുക്ക് അത്രയും പ്ലഷറബിൾ ആയിട്ടുള്ള സ്മെല്ല് കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു ടൈ എന്ന് പറയുന്നത് അത് ആ ഒരു കുട്ടിയുടെ എന്താ പറയുക ജീവിതകാലം മുഴുവൻ ആ ഒരു സ്മെല്ല് മീൻസ് ആ ഒരു ഓൾഫാക്ഷനിലൂടെയാണത് അതങ്ങനെ എന്താ പറയുക ലൈഫ് ലോങ് ഉണ്ടാവും. ആ ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്സ്, അതാണ് ഇവിടെ പ്ലഷറബിൾ ഓൾഫാക്ടറി മെമ്മറീസ് ആർ വെരി റെസിസ്റ്റൻറ്റ് ടു ഡീകെ ആൻഡ് ആർ റിട്ടേൺ ലൈഫ് ലോങ് എന്ന പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ?